ഹായ് സ്റ്റുഡൻസ്. കഴിഞ്ഞ വീഡിയോയിലായിട്ട് നമ്മൾ ട്രാൻസാക്ഷനിലുള്ള ലോക്കുകളെ പറ്റിയിട്ടും അതുമൂലം ഉണ്ടാകുന്ന ഡെഡ് ലോക്കുകളെ പറ്റിയിട്ടും ഒക്കെ ഡിസ്കസ് ചെയ്തല്ലേ. അപ്പോൾ അതിൻ്റെ ഒരു കണ്ടിന്യൂഷനാണ് ഈ വീഡിയോയിൽ വരുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് ഡെഡ് ലോക്ക് പ്രിവെൻഷൻ എന്താണെന്ന് പറഞ്ഞുകൊണ്ട് തുടങ്ങാം. അതായത് ഒരു ട്രാൻസാക്ഷൻ നടക്കുമ്പോൾ ആ ട്രാൻസാക്ഷൻ ഉപയോഗിക്കുന്ന എല്ലാ ഒബ്ജക്റ്റുകളെയും ലോക്ക് ചെയ്യേണ്ട ആവശ്യമുണ്ടോ? അൺനെസറി ആയിട്ട്. അപ്പം ഈ ഷെയർ ചെയ്യാൻ പറ്റുന്ന പല റിസോഴ്സുകളും നമ്മൾ അൺനെസസറി ആയിട്ട് അതിൻ്റെ ആക്സസ് റിസ്ട്രിക്റ്റ് ചെയ്യുകയല്ലേ ഈ ലോക്ക് ചെയ്യുമ്പോൾ നടക്കുന്നത്. മാത്രമല്ല, ഇപ്പോൾ ചില ട്രാൻസാക്ഷൻസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാൻ നേരത്ത് ഏതൊക്കെ ഒബ്ജക്റ്റുകളാണ് അത് ഉപയോഗിക്കാൻ പോകുന്നത് എന്നൊന്നും പ്രൊഡിക്റ്റ് ചെയ്യാനും പറ്റാറില്ലല്ലോ. അപ്പോൾ ഈ ഡെഡ് ലോക്ക് ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും? ഒരു പ്രീഡിഫൈൻഡ് ആയിട്ടുള്ള ഓർഡറിൽ ഒബ്ജക്റ്റിന് ലോക്കുകൾ റിക്വസ്റ്റ് ചെയ്യുന്നതിലൂടെ ഡെഡ് ലോക്കുകളെ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷേ ഇങ്ങനെ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? ഈ പ്രീ മെച്യൂർ ലോക്കിങ്ങും അതുപോലെ കൺകറൻസി റിഡക്ഷനും ഇപ്പോൾ ഉണ്ടാകാനുള്ള ചാൻസും അവിടെ ഉണ്ട്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടേമാണ് ഡെഡ് ലോക്ക് ഡിറ്റക്ഷൻ. അപ്പോൾ ഈ വെയിറ്റ് ഫോർ ഗ്രാഫ് നമ്മൾ വരച്ചിട്ട് അതിൽ സൈക്കിൾസ് ഉണ്ടെങ്കിൽ അവിടെ ഡെഡ് ലോക്ക് ഉണ്ടെന്ന് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുമല്ലേ. അപ്പോൾ ഒരു ഡെഡ് ലോക്ക് ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ നമ്മൾ സെലക്ട് ചെയ്യേണ്ടി വരുന്നു അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം നമുക്ക് സൈക്കിൾ ബ്രേക്ക് ചെയ്യണമല്ലോ, എന്നാലേ ഡെഡ് ലോക്ക് മാറത്തുള്ളൂ. അപ്പോൾ ഈ തരത്തിലുള്ള ഈ ഡെഡ് ലോക്ക് ഡിറ്റക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ അതെന്നൊക്കെ പറയുന്നത് ലോക്ക് മാനേജറിൻ്റെ പാർട്ടാണ്. ഇതെന്ന് പറയുന്നത് വെയിറ്റ് ഫോർ ഗ്രാഫിൻ്റെ ഒരു റെപ്രസെൻറ്റേഷൻ ഹോൾഡ് ചെയ്യുന്നു. അതുകൊണ്ട് അത് ഉപയോഗിച്ച് ഇതിന് ചെക്ക് ചെയ്യാൻ പറ്റുന്നു സൈക്കിൾ ഉണ്ടോ എന്ന്. ടൈം ടു ടൈം സൈക്കിൾ വന്നിട്ടുണ്ടോ, ഡെഡ് ലോക്ക് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നു. അപ്പം ഓരോ പ്രാവശ്യവും ട്രാൻസാക്ഷൻസ് നടക്കുമ്പം അവിടെ എന്താണ്, ഓരോ ട്രാൻസാക്ഷൻസ് അല്ലെങ്കിൽ അതുപോലെ ട്രാൻസാക്ഷൻസ് ഒബ്ജക്ട്സിനെ യൂസ് ചെയ്യുമ്പോഴൊക്കെ ഗ്രാഫിൽ എഡ്ജസുകൾ ആഡ് ചെയ്ത് വരുന്നു. അതുപോലെ ഗ്രാഫിൽ എഡ്ജസുകൾ റിമൂവ് ചെയ്യുകയും ചെയ്യുന്നു. ലോക്ക് മാനേജേഴ്സ് ആണ് അപ്പോൾ ഈ ഓപ്പറേഷൻസിനൊക്കെ, ഈ സെറ്റ് ലോക്ക് അൺലോക്ക് ഓപ്പറേഷൻസ് ഒക്കെ പെർഫോം ചെയ്യുന്നത് ഈ ലോക്ക് മാനേജേഴ്സ് ആണ്. അപ്പോൾ ഒരു സൈക്കിൾ ഡിറ്റക്ട് ചെയ്യുകയാണെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യണം അല്ലേ, അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ആ ഗ്രാഫിൽ നിന്ന് ആ എഡ്ജിനെ, അതിനെ ബിലോങ് ചെയ്യുന്ന എല്ലാ എഡ്ജിനെയും റിമൂവ് ചെയ്യണം. അപ്പം ഒരു വിക്ടിമിനെ ചൂസ് ചെയ്യുക എന്ന് പറയുന്നത്, അതായത് ഡെഡ് ലോക്ക് ബ്രേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ട്രാൻസാക്ഷൻ എന്നൊരു ട്രാൻസാക്ഷൻ സെലക്ട് ചെയ്യണം, എന്നിട്ട് അതിനെ അബോർട്ട് ചെയ്യണം. അപ്പോൾ ആ സൈക്കിൾ ബ്രേക്ക് ആകും, അതാണ് അവർ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അങ്ങനെ സെലക്ട് ചെയ്യേണ്ട ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യാനായിട്ട് ആ ട്രാൻസാക്ഷൻ നമുക്ക് വിക്ടിം എന്ന് വിളിക്കാം അല്ലേ. അപ്പോൾ ഈ വിക്ടിമിനെ ചൂസ് ചെയ്യുക എന്ന് പറഞ്ഞൊരു ഹാർഡ് ആയിട്ടുള്ളൊരു രീതിയാണ്. കാരണം ചിലപ്പം നമുക്ക് വിക്ടിമിന് ഏറ്റവും ഓൾഡസ്റ്റ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ ഏതാണോ അത് ചൂസ് ചെയ്യാം, അല്ലെങ്കിൽ കൂടുതൽ സൈക്കിള് ഉള്ള ഏത് ട്രാൻസാക്ഷൻ ആണോ അതിന് ചൂസ് ചെയ്യാം. ഇല്ലെങ്കിൽ ചില കേസുകളിലൊക്കെ ഇല്ലേ, അതായത് കുറച്ച് നമ്പർ ഓഫ് റിസോഴ്സുകൾ ഉപയോഗിക്കുന്ന കോസ്റ്റ് കുറവുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഇല്ലേ, അതും ചില കേസുകളിലൊക്കെ യൂസ് ചെയ്യാറുണ്ട് ഈ അബോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെ. ഇനി ഇത്തരത്തിലുള്ള ഡെഡ് ലോക്കുകളെ മാറ്റാൻ വേണ്ടി നമുക്ക് ഈ ടൈം ഔട്ട്സ് ഉപയോഗിക്കാം ലോക്കിൽ. ടൈം ഔട്ട്സ് ഓൺ ലോക്സ്. അപ്പോൾ ഇവിടെ സംഭവിക്കുന്നത് ഓരോ ലോക്കിനും ഒരു ഗിവൺ ലിമിറ്റഡ് പീരീഡ് കൊടുക്കും. ഈ ടൈം കഴിയുമ്പോൾ ലോക്ക് വൾണറബിൾ ആകും. അതായത് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റ് ഉണ്ട്, അപ്പോൾ ആ ഒബ്ജക്റ്റ് ഒരു ട്രാൻസാക്ഷൻ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ഒബ്ജക്റ്റിൻ്റെ ഈ ട്രാൻസാക്ഷൻ ഉപയോഗിക്കാൻ നേരത്തെ ഈ ട്രാൻസാക്ഷൻ എന്ത് ചെയ്യും? ആ ഒബ്ജക്റ്റിനെ ലോക്ക് ചെയ്യും. അപ്പോൾ ഈ ലോക്ക് ചെയ്യുന്ന സമയത്ത് ഈ ലോക്കിന് ഒരു ലിമിറ്റഡ് പീരീഡ് കൊടുക്കും. അതായത് ഇത്ര സമയം ലോക്ക് ചെയ്യാൻ പറ്റുന്നുള്ളൊരു ലിമിറ്റഡ് പീരീഡ് ടൈം കൊടുക്കും. എന്നിട്ട് ആ പർട്ടിക്കുലർ ടൈം കഴിയുമ്പം ഈ ലോക്ക് വൾണറബിൾ ആകും. അതായത് ആ ട്രാൻസാക്ഷൻ ഈ പറഞ്ഞ സമയത്തിനേക്കാൾ കൂടുതൽ സമയം ഈ ഒബ്ജക്റ്റും പിടിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ ലോക്ക് വൾണറബിൾ ആകുമെന്ന് പറയാം. അപ്പം വേറെ ഏതെങ്കിലും ട്രാൻസാക്ഷൻ അത്രയും നേരമായിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ആ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ ലോക്ക് ആ സെർട്ടൺ ടൈം കഴിയുമ്പോൾ വൾണറബിൾ ആയി കഴിയുമ്പം ഈ മറ്റൊരു വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ട്രാൻസാക്ഷൻ അല്ല, ആ ട്രാൻസാക്ഷൻ ഈ ഒബ്ജക്റ്റിനെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചാൽ എന്ത് പറ്റും? ഈ ലോക്ക് ബ്രോക്കൺ ആകും. അങ്ങനെ വെയിറ്റ് ചെയ്യുന്ന ട്രാൻസാക്ഷൻ റെസ്യൂം ആകും. അതായത് ഇപ്പോൾ ഒരുപാട് നേരം ലോക്കും ചെയ്ത് ഒരു പർട്ടിക്കുലർ ട്രാൻസാക്ഷന് ഒരു വേറൊരു ട്രാൻസാക്ഷൻ
എക്സിക്യൂട്ട് ചെയ്യാൻ അല്ലെങ്കിൽ ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ഒബ്ജക്റ്റിനെ ഒരുപാട് നേരം ഒരു ട്രാൻസാക്ഷനെ ലോക്കും ചെയ്ത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല ഈ ടൈം ഔട്ട് എന്ന കൺസെപ്റ്റ് ലോക്കിൽ ഉപയോഗിക്കുകയാണെങ്കിൽ. അപ്പം ഏത് ട്രാൻസാക്ഷൻ്റെ ലോക്കാണോ ബ്രോക്കൺ ചെയ്യപ്പെട്ടത്, ഈ ടൈം ഔട്ട് കഴിഞ്ഞപ്പോൾ ഈ ലോക്ക് വൾണറബിൾ ആയല്ലോ, അപ്പോൾ വേറൊരു ട്രാൻസാക്ഷൻ അതിനെ ആക്സസ് ചെയ്യാൻ ശ്രമിച്ചല്ലോ, അപ്പം ഈ ലോക്ക് ബ്രോക്ക് ആയല്ലോ. അങ്ങനെ ആ ഏത് ട്രാൻസാക്ഷൻ്റെ ലോക്കാണോ ബ്രോക്ക് ചെയ്തത് ആ ട്രാൻസാക്ഷൻ അബോർട്ട് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഈ ലോക്ക് ടൈം ഔട്ട്സിൽ എന്ന പ്രോബ്ലം എന്ന് വെച്ചാൽ ലോക്സ് ബ്രോക്കൺ ആയാൽ ഡെഡ് ലോക്ക് ഒന്നും ഉണ്ടാകത്തില്ല. പക്ഷേ സിസ്റ്റം ഓവർലോഡ് ആവുകയാണെങ്കിൽ ഈ ലോക്ക് ടൈം ഔട്ട് എപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ വലിയ ട്രാൻസാക്ഷനൊക്കെ ഉണ്ടല്ലോ, അത് എപ്പോഴും അബോർട്ട് ആയിക്കൊണ്ടിരിക്കുന്നു. അപ്പം ഒരു ടൈം ഔട്ട് നമുക്കൊരു ഇത്ര ലിമിറ്റഡ് ടൈം എന്ന് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സ്യൂട്ടബിൾ ലെന്ത് ഫോർ ടൈം ഔട്ട് അത് സെറ്റ് ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അടുത്ത് നമുക്ക് ഇൻക്രീസിങ് കൺകറൻസി ഇൻ ലോക്കിംഗ് സ്കീംസ് എന്താണെന്ന് നോക്കാം അല്ലേ. 2 തരത്തിലുള്ള ലോക്കിംഗ് ഉണ്ട്, 2 വേർഷൻ ലോക്കിങ്ങും ഹൈറാർക്കിക് ലോക്സും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് 2 വേർഷൻ ലോക്കിങ് എന്താണെന്ന് നോക്കാം. ഇവിടെ നിന്ന് പറയുമ്പം ഒരു ട്രാൻസാക്ഷൻ, ആ ട്രാൻസാക്ഷന് ഒരു പർട്ടിക്കുലർ ഒബ്ജക്റ്റിൻ്റെ ടെൻറ്റേറ്റീവ് വേർഷൻസിൽ റൈറ്റ് ചെയ്യാനായിട്ട് പറ്റും, അലോ ചെയ്യുന്നുണ്ട്. അപ്പോൾ അതേസമയം മറ്റൊരു ട്രാൻസാക്ഷന് അതേ സെയിം ഒബ്ജക്റ്റിൻ്റെ കമ്മിറ്റഡ് വേർഷനിൽ നിന്നും റീഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം ഇവിടെ നിന്ന് പറയുമ്പം ഇപ്പം റീഡ് ഓപ്പറേഷൻസ് ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ അത് മറ്റൊരു ട്രാൻസാക്ഷൻ ആ ഒബ്ജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ മോഡിഫിക്കേഷൻ വരുത്തി കമ്മിറ്റിംഗ് നടക്കുന്നുണ്ട്. അതേസമയം റീഡ് ഓപ്പറേഷൻ മറ്റൊരു ട്രാൻസാക്ഷൻ അത് റീഡ് ഓപ്പറേഷൻ ചെയ്യാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ അതേ ടൈമിൽ മറ്റൊരു ട്രാൻസാക്ഷൻ അതേ ഏത് ഒബ്ജക്റ്റിനെയാണോ റീഡ് ചെയ്യാൻ പോയത് ആ ഒബ്ജക്റ്റിൽ എന്തെങ്കിലുമൊക്കെ റൈറ്റ് ചെയ്ത് കമ്മിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ കമ്മിറ്റ് ചെയ്യുന്ന അറിയുമ്പോൾ എന്ത് ചെയ്യുന്നു, ഈ റീഡ് ചെയ്യാൻ ഓപ്പറേഷൻ പെർഫോം ചെയ്യാൻ വേണ്ടി ഇരിക്കുന്ന ട്രാൻസാക്ഷൻ വെയിറ്റ് ചെയ്യുന്നു. അപ്പം ഇങ്ങനെ ചെയ്യുമ്പം ഈ സ്കീം മോർ കൺകറൻസി അലോ ചെയ്യുന്നുണ്ട് ഒരു റീഡ് റൈറ്റ് ലോക്കിനേക്കാളും. പക്ഷേ റൈറ്റിംഗ് ട്രാൻസാക്ഷൻസ് വളരെ റിസ്ക്കിലാണ്, കാരണം അത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ. മാത്രമല്ല അത് കമ്മിറ്റ് ചെയ്യാൻ നേരത്ത് അവിടെ ഒരു റിജക്ഷൻ ഉണ്ടാകാനുള്ള ചാൻസും ഉണ്ട്. ഒരു ട്രാൻസാക്ഷൻ അത് ഒരു റൈറ്റ് ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ അപ്പം തന്നെ അത് ഇമ്മീഡിയറ്റ് ആയിട്ടൊന്നും കമ്മിറ്റ് ചെയ്യത്തൊന്നുമില്ല. ഇപ്പം മറ്റ് ഒരു അൺകംപ്ലീറ്റഡ് ആയിട്ടുള്ള ട്രാൻസാക്ഷൻ അത് ചിലപ്പം സെയിം ഒബ്ജക്ട്സിനെ റീഡ് ചെയ്യാം. അപ്പോൾ ഏത് ട്രാൻസാക്ഷൻ ആണോ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്ത് ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് ഇവർ വെയിറ്റ് ചെയ്യേണ്ടി വരുന്നു. എപ്പോൾ വരെയാണ്? റീഡിങ് ട്രാൻസാക്ഷൻസ് കംപ്ലീറ്റ് ചെയ്യുന്നത് വരെ. അപ്പം ഇവിടെയൊക്കെ ഡെഡ് ലോക്ക് ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എപ്പോഴൊക്കെയാണ്? ഒരു ട്രാൻസാക്ഷൻ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോൾ. അതുകൊണ്ട് ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ അബോർട്ട് ചെയ്യേണ്ടി വരുന്നു അവർ കമ്മിറ്റ് ചെയ്യാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന ടൈമിൽ, ഈ ഡെഡ് ലോക്ക് ഒക്കെ റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാണ് 2 വേർഷൻ ലോക്കിങ്ങിൽ പറയുന്ന. അടുത്ത് നമുക്ക് ഹൈറാർക്കിക് ലോക്സ് എന്താന്ന് നോക്കാം അല്ലേ. അതായത് നമ്മൾ ഈ ബ്രാഞ്ച് ടോട്ടൽ ഓപ്പറേഷൻ പെർഫോം ചെയ്തില്ലായിരുന്നോ? അതായത് ഒരു ബ്രാഞ്ച്, ആ ബ്രാഞ്ചിലുള്ള എല്ലാ അക്കൗണ്ടിൻ്റെയും ബാലൻസിൻ്റെ ടോട്ടൽ വേണം. അപ്പം അത് കിട്ടാൻ വേണ്ടി എന്ത് ചെയ്തു? മൊത്തം അക്കൗണ്ടിനെ ലോക്ക് ചെയ്തു, എന്നിട്ടല്ലേ ഓപ്പറേഷൻ പെർഫോം ചെയ്തത്. പക്ഷെ ചില കേസുകളിലൊക്കെ ഇൻഡിവിജ്വൽ അക്കൗണ്ട്സ് മാത്രം ലോക്ക് ചെയ്താലും മതിയായിരുന്നു. അതായത് ലോക്ക് എത്രയാണ് വേണ്ടത് നമ്പർ റെഡ്യൂസ് ചെയ്യണം. അപ്പോൾ ഇതിനാണ് ഈ ഹൈറാർക്കിക് ലോക്ക് ഉപയോഗിക്കുന്നത്. അതായത് ഒരു ഹൈറാർക്കി പോലെ. മീൻസ് ഇപ്പോൾ ഉദാഹരണത്തിനൊരു എക്സാമ്പിൾ സിമ്പിളായിട്ട് പറയാം. അതായത് ഒരു കമ്പനി, ഒരു ഡയറി ഫാമിൻ്റെ കമ്പനിയാണെന്ന് വിചാരിച്ചോ. അവിടെ ഒരു ആഴ്ചേന് എങ്ങനെയാണ് മൺഡേ ടു ഫ്രൈഡേ, മൺഡേ ട്യൂസ്ഡേ വെനസ്ഡേ തേഴ്സ്ഡേ ഫ്രൈഡേ അങ്ങനെ കാറ്റഗറൈസ് ചെയ്തു. എന്നിട്ട് ആ ഓരോ ദിവസത്തെയും ഓരോ ടൈംസിലോട്ടായിട്ട് ഇപ്പം 9 തൊട്ട് 10 മണി വരെ, 10 തൊട്ട് 11, 11 തൊട്ട് 12 അങ്ങനെ അതിനെയും ക്ലാസിഫൈ ചെയ്തു. ഇപ്പം ഇവിടെ ഹൈറാർക്കിക് ലോക്കാണ് ഉപയോഗിക്കുന്നതെങ്കിൽ എങ്ങനെയാണ്? ഇപ്പം വീക്ക് എന്ന് പറയുന്ന നമ്മൾ ക്ലാസിഫൈ ചെയ്ത ടോപ്പിൽ
നമ്മൾ ടോപ്പിൽ വീക്കല്ല ഇരിക്കുന്നത്. വീക്കിനല്ലേ പിന്നെ നമ്മൾ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്നൊക്കെ ക്ലാസിഫൈ ചെയ്ത്. അപ്പോൾ ഈ വീക്കിനെ വ്യൂ ചെയ്യണം എന്നൊരു ട്രാൻസാക്ഷൻ പറയുകയാണെങ്കിൽ കംപ്ലീറ്റ് ലോക്കാവും. ഇനിയിപ്പം ഇപ്പോൾ ഇത് പല തട്ടുകളായിട്ട് നമ്മളിവിടെ ഇപ്പോൾ ഇത് ഡിവൈഡ് ചെയ്തിരിക്കുമല്ലേ. ഇവിടെ ഇപ്പം മൺഡേയിലുള്ള കാര്യങ്ങൾ മാത്രം വ്യൂ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ മൺഡേനെ മാത്രമേ ലോക്ക് ചെയ്യത്തുള്ളൂ. ആ മൺഡേയിൽ ഡിവൈഡ് ചെയ്യപ്പെട്ട 9 to 10, 10 to 11 ടൈംസിലോട്ട് മാത്രമേ അവിടെ അപ്പോൾ ലോക്കാകത്തുള്ളൂ. അപ്പോൾ ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അവിടെ ലോക്കില്ലാതെ തന്നെ ഇരിക്കും. വേറെ ട്രാൻസാക്ഷൻ വേണമെങ്കിൽ അത് ആക്സസ് ചെയ്യുകയും ഉപയോഗിക്കുകയും ചെയ്യാം. അങ്ങനെ ഓരോ ലെവലുകളായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ട് അങ്ങനെ സബായിട്ടുള്ള സ്ട്രക്ചറിന് നമുക്ക് ലോക്ക് പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ അതിനാണ് ഈ ഹയറാർക്കി ലോക്സ് ഉപയോഗിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിലും കഴിഞ്ഞ വീഡിയോയിലൊക്കെ ആയിട്ട് ഈ ട്രാൻസാക്ഷനിലുള്ള ലോക്ക് മെക്കാനിസത്തെ പറ്റിയും ഡെഡ് ലോക്കിനെ പറ്റിയിട്ടും കൺകറൻസി കൺട്രോളിനെ പറ്റിയിട്ടൊക്കെയാണ് ഡിസ്കസ് ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ ടോപ്പിക്കിനൊക്കെ പറ്റിയൊരു ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, താങ്ക് യു.